ശ്രീമാത്രേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. കലിയും കൽക്കിയും ഈ ഒരു ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. ഇന്നത്തെ ഈ സമൂഹത്തില് കൽക്കി എന്ന് പറഞ്ഞ ഒരു സിനിമ വരെ ഇന്ന് റിലീസായിട്ടുണ്ട്, നമുക്കറിയാം. അപ്പൊ അതിനോടനുബന്ധിച്ചല്ല ഞാൻ ഈ പറയുന്നത്. യഥാർത്ഥമായിരിക്കുന്ന പുരാണങ്ങളെ ബേസ് ചെയ്തിട്ട് ആരാണ് കൽക്കി, എന്താണ് കലിയുഗം, ഈ കലിയുഗത്തിൽ നമ്മൾ ആചരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു നമ്മുടെ പുരാണങ്ങളെ ബേസ് ചെയ്ത് തന്നെയാണ് യഥാർത്ഥമായിരിക്കുന്ന സത്യവസ്തുക്കൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മൂല്യങ്ങളെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ കലി നമ്മളിൽ പടരാതിരിക്കാൻ, അല്ലെ, കലിയിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം. അപ്പൊ അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുള്ളൂ. നമ്മള് കൽക്കി എന്നൊക്കെ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊരു ക്യാപ്ഷൻ കാണാറുണ്ട്, ഇല്ലേ? എന്താണ്? അപ്പോൾ ഒരു ഡാഷ് ഇടാറുണ്ട്. കൽക്കി എന്ന് പൂരിപ്പിക്കേണ്ട നമ്മളാണ്. അപ്പൊ അവിടെ ഇങ്ങനെ നമ്മൾ സാധാരണഗതിയിൽ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ആകാശത്ത് തീഗോളങ്ങൾ പൊട്ടിച്ചിതറും, ഭൂമിയിൽ കൊടുങ്കാറ്റ് വീശും, ചുറ്റും അന്ധകാരവും മേഘങ്ങളും നിറയും, വായുവേഗത്തിലുള്ള ഒരു മഹാശ്വത്തിൽ ആരൂഢനായിട്ട് അവൻ സഞ്ചരിക്കും. അവന്റെ കയ്യിൽ ഒരു വലിയ ഖഡ്ഗമുണ്ടായിരിക്കും, മിന്നൽ പിണർ പോലെ തിളങ്ങുന്ന ഒരു മഹാവാള്. ആ വാള് കയ്യിലേന്തി ദേവകളിൽ ഉത്തമനായിരിക്കുന്ന അവൻ സമസ്ത മ്ലേച്ഛന്മാരെയും പാഖണ്ഡികളെയും അധർമ്മികളായിരിക്കുന്ന രാജാക്കന്മാരെയും സംഹരിക്കും. അവന്റെ പേര് കലിയുഗത്തില് കൽക്കി എന്നറിയപ്പെടുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ളത്, അല്ലെ? കൽക്കി പുരാണം പറയുന്ന എന്താണ്? കാർമേഘത്തിനെ പോലെ കൃഷ്ണവർണ്ണമാർന്ന ശരീരമുള്ളവനും കൊടുങ്കാറ്റിന്റെ വേഗതയിൽ പായുന്ന കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നവനും വലിയൊരു ഖഡ്ഗം കയ്യിലേന്തിയവനും കലിയുഗത്തിനെ ഹനിച്ച് സത്യധർമ്മങ്ങളുടെ പുനഃസ്ഥാപനം നടത്തുന്നവനുമായിരിക്കുന്ന സമസ്ത ലോകപാലകനായിരിക്കുന്ന കൽക്കിരൂപിയായിരിക്കുന്ന ഭഗവാൻ ശ്രീഹരി എല്ലാ മംഗളങ്ങളെയും പ്രദാനം ചെയ്യട്ടെ. കൽക്കി പുരാണത്തില് തൃതീയ 21-ാം അധ്യായത്തിലെ 39-ാമത്തെ ശ്ലോകമാണിത്. വളരെ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്നു. എന്താണ്? ശ്രീഹരി, കൽക്കി രൂപിയായിരിക്കുന്ന ഭഗവാൻ ശ്രീഹരി എല്ലാ മംഗളങ്ങളെയും തരട്ടെ. അപ്പൊ കൽക്കി അവതാരം എന്തിനാണ്? നമുക്ക് മംഗളം തരാനാണ്, അല്ലെ? മംഗളത്തെ പ്രദാനം ചെയ്യാനാണ്. ഈ കലിയുഗത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എപ്പോഴാണോ സമാധാനം നഷ്ടപ്പെട്ടവർ ഭഗവാനെ വിളിച്ച് കേഴുമ്പോ, നമുക്കറിയാം ഭഗവാന്റെ അവതാരങ്ങളെല്ലാം തന്നെ പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഓരോ യുഗങ്ങളിലും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് ഞാൻ വരും എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ കാലസ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ അവതാരങ്ങളെല്ലാം നമ്മൾ അറിയണം. കാരണം ആ ഓരോ യുഗങ്ങളിലും ആ ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് വിഷ്ണു ഭഗവാൻ പല രൂപങ്ങളെടുത്ത് കലിയുഗത്തില് കൽക്കിയുടെ വേഷം ധരിച്ചുകൊണ്ട് അദ്ദേഹം വരുന്നു. എന്തിനാണ്? അധർമ്മം ഇല്ലാതാക്കാൻ വേണ്ടി. അപ്പൊ ഭഗവാൻ ശ്രീനാരായണന്റെ ദശാവതാരങ്ങൾ സുപ്രസിദ്ധമാണ്, അല്ലെ? മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ബുദ്ധൻ, കൽക്കി. ഇങ്ങനെയാണ് ദശാവതാരങ്ങളുടെ സുപ്രസിദ്ധമായിരിക്കുന്ന പട്ടിക. ചിലയിടത്ത് നമ്മൾ ബുദ്ധൻ കാണാറില്ല. ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ബുദ്ധൻ ചില സ്ഥലത്ത് ബുദ്ധനെയാണ് നമ്മൾ പറയുന്നത്. ചില കണക്കുകളില് ബുദ്ധനെ ഒഴിവാക്കി ബലരാമനെ അവതാരമായിട്ട് ഗണിക്കാറുണ്ടെന്ന് മാത്രം. അപ്പോ അവസാനത്തെ അവതാരമായിരിക്കുന്ന കൽക്കി, ബാക്കി 9-ൽ നിന്നും വളരെയധികം പ്രത്യേകതകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം. കാരണം കൽക്കി എന്നുള്ള പേര് തന്നെ വളരെ പ്രത്യേകതയുണ്ടല്ലേ. അപ്പൊ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണു? കൽക്കി എന്നുള്ള പേര്, ഇതെല്ലാം നമ്മള് ഒരു എന്താ പറയാ, സനാതന ധർമ്മം പരിപാലിക്കപ്പെടുന്ന ഈ ഭാരത മഹാരാജ്യത്തിൽ ഇതിന്റെയൊക്കെ അർത്ഥങ്ങള്, നമ്മൾ എന്തൊക്കെ ആചരിച്ചാല് അധർമ്മത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം, ഈ കലിബാധയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിരിക്കുന്ന ഒരു മോചനം ഇതിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പൊ അവസാനത്തെ അവതാരത്തിൽ ബാക്കിയെല്ലാം നമ്മൾ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മാത്രം എന്താണ്? കൽക്കി, അല്ലെ? ബാക്കി അത് തന്നെ, ഈ പേര് തന്നെ ഈ 9 അവതാരത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അവതാരമാണോ എന്ന് പറയപ്പെടുന്നു. അപ്പോ എന്താണ് ഇതിന്റെ പ്രത്യേകത? കൽക്കി അവതാരം മാത്രം വരാൻ പോകുന്ന ഒരു അവതാരമാണ്, അല്ലെ? ഓരോ യുഗത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വരാൻ പോകുന്ന അവതാരമാണ് കൽക്കി. ബാക്കിയെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് കൽക്കി അവതാരത്തെ കുറിച്ച് വളരെയധികം ജിജ്ഞാസയും മാത്രമല്ല ദുരൂഹതയും മനുഷ്യർക്കിടയിലുണ്ട്. എന്താണ് കൽക്കി?
വാസ്തവത്തില് കൽക്കി അവതാരവും സംഭവിച്ചു കഴിഞ്ഞതാണെന്ന് സൂക്ഷ്മ ബുദ്ധിയാ വിചാരിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം പുരാണങ്ങളിൽ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ കാലങ്ങളും യുഗങ്ങളും കഴിഞ്ഞതിന്റെ തന്നെ പുനരാവൃത്തികളാണ്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്ന് നാലായിട്ട് തിരിച്ചിട്ടുണ്ട് യുഗങ്ങളെ. അപ്പൊ ഇത് കാലഗണന അനുസരിച്ചാണ് നമ്മൾ യുഗങ്ങളെ തിരിച്ചിരിക്കുന്നത്. അപ്പൊ പലതവണ ഈ പ്രപഞ്ചത്തിൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ് ഈ യുഗങ്ങളെല്ലാം തന്നെ. ഈ സൃഷ്ടിയുടെ രഹസ്യം അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ നമ്മളത് സൂക്ഷ്മ ബുദ്ധിയെ ചിന്തിക്കണം. അതായത് കാലത്തിന്റെ രസകരമായിട്ടുള്ള കണക്ക് പറഞ്ഞാൽ ഇന്ന് നാം ജീവിക്കുന്ന ഈ യുഗം ഈ കൽപ്പത്തിലെ 28ാമത്തെ കലിയുഗമാണ്. അതായത് നമുക്ക് മുന്നേ 27 കലിയുഗങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടോന്നർത്ഥം. 28ാമത്തെ കലിയുഗമാകുമ്പോ മുമ്പുള്ള ത്രേതായുഗാദികൾ 28 കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ? അപ്പൊ നമ്മള് കണ്ടിട്ടുള്ള ഈ 9 അവതാരങ്ങളും, അപ്പൊ ഈ 9 അവതാരങ്ങളും ഈ 28ാമത്തെ സത്യയുഗം മുതൽ, അതായത് മത്സ്യാവതാരം മുതലുള്ള 9 അവതാരങ്ങള് ദ്വാപര യുഗം വരെ, അതായത് കൃഷ്ണാവതാരം വരെ ഉള്ളതാണ്, സംഭവിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് തോന്നുന്നത് കൽക്കി അവതാരം ഇതുവരെ സംഭവിച്ചിട്ടില്ല, ഇനി വരാൻ പോവുകയാണെന്ന് നമുക്ക് തോന്നലാണ്. കാരണം കലിയുഗത്തിന്റെ അവസാനമാണ് കൽക്കി അവതാരം സംഭവിക്കുന്നത്. അപ്പൊ ആ രീതി അനുസരിച്ച് ഇനി ഏതാണ്ട് 4.25 ലക്ഷത്തിലധികം വർഷം കഴിഞ്ഞേ അത് ഉണ്ടാവുകയുള്ളൂ. കാരണം 27ാമത്തെ കലിയുഗത്തിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞതാണ്, ഇത് 28ാമത്തതാണ്. അപ്പൊ ഈ ഭവിഷ്യപുരാണം അല്ലെങ്കിൽ കൽക്കി പുരാണം ഇതിനെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് പുരാണത്തെ ബേസ് ചെയ്ത് തന്നെ ഇത് പഠിക്കണം. കാരണം ഇത് ആരും ഉണ്ടാക്കിയതല്ല. ഇത് പുരാണങ്ങളില് അനേക വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഋഷിമുനിമാർ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോ പ്രൗഢവും ഗഹനവുമായിരിക്കുന്ന നമ്മുടെ സനാതന വിജ്ഞാന ശാഖയിൽ മുഖ്യമായിട്ട് 18 പുരാണങ്ങളാണ് ഉള്ളത്, അല്ലെ? ആ 18 പുരാണങ്ങൾക്ക് 18 ഉപപുരാണങ്ങളും ഉണ്ട്. അപ്പൊ മഹാപുരാണങ്ങളിലും ഉപപുരാണങ്ങളിലും അത്ഭുതമെന്ന് വിശേഷിപ്പിക്കാവുന്ന 2 പുരാണങ്ങൾ എടുത്തു പറയേണ്ടതാണ്. മഹാപുരാണങ്ങളിലെ ഭവിഷ്യപുരാണവും ഉപപുരാണങ്ങളിലെ കൽക്കി പുരാണവും. രണ്ടും പ്രായണ അതിദുർലഭമാണെന്ന് തന്നെ പറയാൻ കിട്ടാനായിട്ട്. പക്ഷെ ഈ 2 പുരാണങ്ങളുടെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല് 2 പേര് കൊണ്ട് തന്നെ ഇത് വ്യക്തമാവുന്നുണ്ട്. മറ്റെല്ലാ പുരാണങ്ങളിലും കഴിഞ്ഞ കാര്യങ്ങളെയാണ് പ്രസ്താവിച്ചിരിക്കുന്നതെങ്കിൽ ഭവിഷ്യപുരാണത്തില് വരാൻ പോകുന്ന കാര്യങ്ങളെ അതാണ് സവിസ്തരം പ്രതിപാദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഭവിഷ്യപുരാണം എന്ന് വിളിക്കുന്നത്. ഇപ്പൊ പുരാണങ്ങളുടെ രചന എല്ലാം തന്നെ മഹർഷി വേദവ്യാസൻ ദ്വാപരയുഗത്തിലാണ് നടത്തിയെന്ന് പറയപ്പെടുന്നു. അപ്പോൾ വരെ സംഭവിച്ച കാര്യങ്ങള് ഭൂതകാല പ്രസ്താവ്യങ്ങളായിരിക്കും, അല്ലെ? നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നുള്ളതേ ഉള്ളൂ. എന്നാൽ വരാൻ പോകുന്ന കലിയുഗത്തിലെ കാര്യങ്ങൾ വിവരിക്കുന്ന ഭവിഷ്യപുരാണം നിറയെ തന്നെ കലിയുഗത്തിന്റെ സ്വഭാവം, അവിടെ സംഭവിക്കുന്ന കാര്യങ്ങള്, കലിയുഗത്തിലെ രാജപരമ്പര, എന്തിന് ഹൈന്ദവ ധർമ്മത്തില് അന്യമായ ക്രൈസ്തവ ഇസ്ലാമിക് മതങ്ങളുടെ ആവിർഭാവം, ജനാധിപത്യ സമ്പ്രദായം തുടങ്ങി എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഭാരതം ഭരിച്ചിരുന്ന മുഗൾ രാജാവ് അക്ബറിന്റെ പേര് വരെ ഭവിഷ്യപുരാണത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ദ്വാപര യുഗത്തിൽ നിന്നും ദിവ്യ ദർശനം നടത്തുന്ന ഋഷിയെ നമുക്ക് പ്രണമിച്ചേ പറ്റുള്ളൂ, ഇല്ലേ? അക്ബറിന്റെ പേര് വരെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ മാത്രമല്ല സംസ്കൃത ഭാഷയിൽ നിന്ന് വേർപെട്ട ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റോമൻ, ഉറുദു തുടങ്ങിയ ഭാഷകള്, ആ ഭാഷകളിൽ സംസ്കൃതത്തിന് പകരം പറയുന്ന വാക്കുകൾ പോലും ഇന്നതായിരിക്കുമെന്ന് നമുക്കത് വായിക്കുമ്പോൾ കാരണം മനസ്സിലാവും. കാരണം ഇത് ഏത് നാസ്തികവാദിയെ പോലും അത് ആശ്ചര്യഭരിതരാക്കും. കാരണം സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോ ഇത്രയും കൃത്യമായിട്ട് എങ്ങനെയാണ് അവർക്ക് പ്രവചിക്കുക? അതുകൊണ്ടാണ് ഭവിഷ്യം, ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് പറയുന്നത് നമുക്ക് ഭവിഷ്യ പുരാണത്തിന് ഇത്രയും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഇനിയിപ്പോ കൽക്കി പുരാണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഉപപുരാണങ്ങളിലെ ഭാവി പുരാണമാണ് കൽക്കി പുരാണം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇനി വരാൻ പോകുന്ന കാലമായതുകൊണ്ട് അപ്പൊ ഇതിന്റെ സവിശേഷത എന്തെന്ന് വെച്ചാല് ഭാവിയിൽ അവതരിക്കാൻ പോകുന്ന ഭഗവാൻ കൽക്കിയെ കുറിച്ച് അദ്ദേഹം നടത്തുന്ന ഈ മ്ലേച്ഛ ഹനനവും മറ്റും സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോ കൽക്കി അവതാര കാലഘട്ടം എന്ന് പറഞ്ഞ ദേശം, അവതാര ലീലകള്, അന്യ സംഭവങ്ങള്, ശാസ്ത്രീയ കാര്യങ്ങൾ ഇങ്ങനെ വളരെ വിശദമായിട്ടാണ് കൽക്കി പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൽക്കി അവതാരത്തെ കുറിച്ച് വിശിഷ്യ എല്ലാ പുരാണങ്ങളിലും കുറച്ച് വിവരണങ്ങൾ ഉണ്ടെങ്കിലും ഈ അവതാരത്തെ കുറിച്ച് ഒരു പുരാണം എന്നുള്ള മഹനീയത കൂടെ കൽക്കി പുരാണത്തിനുണ്ട്. അപ്പൊ ഭവിഷ്യ പുരാണവും കൽക്കി പുരാണവും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഭവിഷ്യ പുരാണത്തിലെ കാര്യങ്ങൾ വരാൻ പോകുന്ന കലിയുഗത്തിൽ നടന്നേക്കാവുന്നതായിട്ടാണ് പ്രതിപാദിച്ചിട്ടുള്ളതെങ്കിൽ കൽക്കി പുരാണത്തില് ഭഗവാൻ കൽക്കിയുടെ
ലീല അവതാര രഹസ്യങ്ങൾ അദ്ദേഹം കഴിഞ്ഞ കലിയുഗങ്ങളിൽ, അതായത് 27ാമത്തെ കലിയുഗത്തിലും മറ്റും ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങൾ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇപ്പോ നടക്കുന്ന കലിയുഗത്തിൽ ഭഗവാന്റെ അവതാര ലീലകൾക്ക് കഴിഞ്ഞ കൽക്കി അവതാരവുമായിട്ട് നല്ല സാമ്യത ഉണ്ടായിരിക്കുമെന്ന് എല്ലാ അവതാര ചരിത്രം എടുത്താലും നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ 28 ദ്വാപരത്തിലും കൃഷ്ണാവതാരം സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ത്രേതായുഗങ്ങളിലെല്ലാം തന്നെ രാമ അവതാരം സംഭവിച്ചിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന യുഗങ്ങളിലും ഈ അവതാരങ്ങൾ ഉറപ്പായിട്ടും സംഭവിക്കും. അപ്പോ എല്ലാ അവതാര ലീലകളും തീർച്ചയായിട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതാത് യുഗങ്ങളില്. പിന്നെ അവതാര ലീലകളിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും, സാഹചര്യം അനുസരിച്ചെന്ന് മാത്രം. അപ്പൊ കാലവും ലോകവും അവതാരവും ഇതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? അപ്പൊ കാലവും ലോകവും നമുക്ക് അനുഭവപ്പെടുന്നത് അനന്തങ്ങളായിട്ടാണ്, അല്ലെ? ലോകത്തിന്റെ ആരംഭം അവസാനം എവിടെയായിരിക്കും നമുക്കറിയാമോ? ഒരു സാമാന്യക്കാരന് പോലും മനസ്സിലാക്കാം. കാരണം എന്താ പറയാ, ഈ ലോകം അതിരുകളില്ലാത്തതാണ്, അല്ലെ? ഈ ലോകത്തിന്റെ അതിർവരമ്പുകൾ തേടുന്നവർ ബുദ്ധിശൂന്യന്മാരാണ്. നമുക്കിതിന് ആദിയും അന്തവും ഇല്ലാത്തത്, അതിനെയാണ് നമ്മൾ അനന്തം. അപ്പൊ അതുപോലെയാണ് കാലവും. ശരിക്കും ഇത് രണ്ടും എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ശരിക്കും അസ്തിത്വം ഇല്ല. നമുക്ക് ആ അസ്തിത്വം നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇവയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കൊരു പൂർണ്ണത ലഭിക്കില്ല. കാരണം ഇത് എന്തിനെ ബേസ് ചെയ്ത് പറയുന്നത് നമുക്കറിയില്ല. ഇതെല്ലാം ഒരു തോന്നൽ മാത്രമായിരിക്കാം എന്ന് പറയുന്നവരുണ്ട്. കാരണം സ്വപ്നലോകത്തിലെ കാര്യങ്ങൾ പോലെ എങ്ങനെ ആരംഭിക്കുന്നു, ഇത് എങ്ങനെ അവസാനിക്കുന്നു എന്നും പറയാൻ നിർവാഹമില്ല നമുക്ക്. കാരണം ഇതിനെ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പറയുന്നത് മായാ പ്രഭാവം എന്നാണ്. ഒരു സാധാരണ ഇന്ദ്രജാലക്കാരൻ വരെ കൺകെട്ട് നടത്തി ശൂന്യതയിൽ നിന്ന് ദൃശ്യങ്ങൾ ആവിഷ്കരിക്കണം. അപ്പൊ നമ്മള് സത്യം എന്നതുപോലെ അത് വിശ്വസിക്കണം, ഇല്ലേ? അപ്പൊ സ്വപ്നം കണ്ട് എത്രയോ പേര് ഉറക്കെ കരയുന്നുണ്ട്. മധുരം നമ്മൾ കഴിക്കുന്നത് പോലെ തോന്നാറുണ്ട്. ആരോ വിളിക്കുന്നത് പോലെ തോന്നി എഴുന്നേറ്റ് നടക്കാറുണ്ട്. സ്വപ്നാടനം എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? അപ്പൊ ഈ അനന്തതയുടെ പ്രഭാവം വാസ്തവത്തിൽ നമുക്ക് എല്ലാ മേഖലകളിലും കാണാം. ദിശകൾ അനന്തമാണ്, സംഖ്യകൾ അനന്തമാണ്, ഈ ലോകത്ത് കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും എല്ലാം അനന്തമാണ്. ഇപ്പൊ ജീവജാലങ്ങളും നക്ഷത്രങ്ങളും ധൂളികളും തന്മാത്രകളും എന്ന് വേണ്ട ഈ കാണുന്നതെല്ലാം തന്നെ ആ അനന്തതയുടെ ഒരു കറുത്ത എന്താ പറയാ, ഒരു മൂടുപടം അതിനെല്ലാം അതിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ ബുദ്ധിമാനായിരിക്കുന്ന മനുഷ്യൻ എന്ത് വേണം? അത് നമ്മൾ വിചിത്രമായിട്ടുള്ള സ്വഭാവമുള്ളവരാണ്, അല്ലെ? കാരണം അനന്തത എന്ന പ്രതിഭാസത്തിന്റെ കാരണങ്ങൾ ചെയ്യുകയല്ല നമ്മൾ വേണ്ടത്. കാരണം അനന്തമായിട്ട് അനുഭവപ്പെടുന്നതിന്റെ എല്ലാം ആദിയും അന്തവും കണ്ടെത്താൻ വൃഥാ പരിശ്രമം നടത്താതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിൽ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. നമുക്കറിയാം ഭഗവാൻ ശിവന്റെ, അല്ലെ, ആദിയും അന്തവും കണ്ടെത്താനായിട്ട് മഹാവിഷ്ണുവും ബ്രഹ്മാവും ശ്രമിച്ചിട്ട് പോലും അവർക്ക് കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ അത് നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ആരംഭ കാരണം ഇന്ന് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധ്യമല്ല. പിന്നെ ഇന്ന് നമുക്ക് മുമ്പുള്ള ആ ഒരു എന്താ വിജ്ഞാനം ആഗ്രഹിക്കുന്നവര് അനന്തത എന്ന പ്രതിഭാസത്തിന്റെ ഉത്തരം വളരെ ഭംഗിയായിട്ട് കണ്ടെത്തിയത് എങ്ങനെയെന്ന് ചോദിച്ചാല് വാസ്തവത്തിൽ ആരംഭമെന്നും അവസാനമെന്നും കാണപ്പെടുന്നത്, അതായത് അഥവാ ഉണ്ടാകുന്നത് നശിക്കുന്നത് എന്നൊക്കെയാണ് അനുഭവപ്പെടുന്നതെന്ന് അവർ മനസ്സിലാക്കി. അതും അല്ലെങ്കിൽ ഉണ്ട്, അല്ലെ, അല്ലെങ്കിൽ ഇല്ല. ഈ തോന്നുന്നതൊക്കെ ഒരു വിഭ്രമജനകമായിരിക്കുന്ന അവസ്ഥയാണ്. അതായത് ഇവിടെ യാതൊന്നും തന്നെ പുതിയതായിട്ട് ഉണ്ടാകുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെ എന്തോ ഒരു സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു മഹാശക്തിയുടെ അത്ഭുതകരമായിരിക്കുന്ന പ്രകടനമാണ് ഇവിടെ എല്ലാം എന്ന് അവര് തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിവിൽ വെച്ച് അവർക്ക് കിട്ടിയ ഇതിനെയാണ് അവര് ജ്ഞാനം എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആ ജ്ഞാനത്തിലൂടെ അറിയപ്പെട്ട ആ ആദ്യാന്തങ്ങളില്ലാത്ത മഹാശക്തിയെ ബ്രഹ്മം അഥവാ ഈശ്വരൻ എന്ന് വിളിച്ചവര്. ഈ ശക്തിയുടെ അത്ഭുത പ്രകടനങ്ങളെ അവര് ലീലാവിലാസം അല്ലെങ്കിൽ മായാശക്തി. അപ്പൊ ഈ ദർശനങ്ങളെയാണ് നമ്മൾ ആധ്യാത്മിക ദർശനം എന്ന് പറയുന്നത്. അപ്പൊ ആധ്യാത്മിക ദർശനങ്ങള് ചിലപ്പോൾ അപക്വങ്ങളായിരിക്കാം, ബാലിശ്യങ്ങളായിട്ടുള്ള ചിന്താഗതികളെ വിചാരധാരകളായിട്ട് ചിലർ തള്ളിക്കളഞ്ഞേക്കാം. പക്ഷെ അത്തരം ചിന്താഗതി ഉള്ളവർക്ക് എന്താ പറയാ, അത് മനസ്സിലാവാത്തത് കൊണ്ടാണ് അത് പറയുന്നത്. കാരണം സൃഷ്ടി രചയിതായിട്ടുള്ള ഈശ്വരൻ തന്റെ സൃഷ്ടിയിൽ അനന്തതയും അസംഖ്യതയും നിലനിർത്താനായിട്ട് തന്നെ ഓരോരുത്തർക്കും ഈ ചിന്താഗതി കൊടുത്തു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. കാരണം ചിന്താഗതികളിൽ പോലും മനുഷ്യർ വ്യത്യസ്തരാണ്, അല്ലെ? അതുകൊണ്ട് സത്യത്തിന്റെ മുഴുവൻ ഭാഗവും ഒരേ സമയം എല്ലാവർക്കും ദർശിക്കാൻ സാധ്യമല്ല. എന്നാൽ സത്യത്തിന്റെ ഒട്ടുമുക്കാൽ അംശവും പല രീതിയിലാണെങ്കിൽ കൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും.
അങ്ങനെ പറയപ്പെടുന്ന ശാസ്ത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഹിന്ദു ധർമ്മത്തിലെ വേദവും പുരാണങ്ങളും എല്ലാം തന്നെ. ഇവയൊന്നും സാഹചര്യത്തിന്റെ സൃഷ്ടികളല്ല, താൽക്കാലിക ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ളതുമല്ല. നമ്മൾ അതിനെ നിസാര ബുദ്ധിയോടെ മനസ്സിലാക്കാനുള്ള പ്രയത്നം ചെയ്യാതെ ഗ്രഹിക്കാവുന്നതുമല്ല. മറ്റു മതങ്ങളുടെ ഗ്രന്ഥങ്ങളെ പോലെ അല്ലിത്. കാരണം ഇത് നല്ലൊരു മനസ്സ് വേണം, നമ്മൾ നല്ലവണ്ണം ഉറച്ച ഒരു ഈശ്വര വിശ്വാസം വേണം. കാരണം ഈ ഹൈന്ദവ തത്വശാസ്ത്രങ്ങൾ ഗ്രഹിക്കുന്നതിന് സന്മനസ് മാത്രം പോരാ, സദ്ബുദ്ധി വേണമെന്ന് പറയാറുണ്ട്. ബുദ്ധി പ്രയോഗിക്കാനും ആന്തരികമായിട്ട് പ്രവർത്തിക്കാനും മടി പിടിച്ചവർക്ക് ഇത് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ്, അല്ലെ? അതിന് നമുക്ക് കുറുക്ക് വഴിയൊന്നുമില്ല. അപ്പോ നമ്മള് ഒരു ഹിന്ദു മതത്തിൽ ജനിച്ച നമ്മള് ഓരോരുത്തരും, കാരണം ഇത് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമുള്ളൂ. അപ്പൊ ഇതിനകത്ത് എന്താ പറയാ, അവതാരങ്ങളുടെ അല്ലെങ്കിൽ സൃഷ്ടി രഹസ്യങ്ങള് എല്ലാം ഇതിനകത്ത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ഓരോ അവതാരങ്ങളുടെയും ആ പിന്നിലെ ആ ഒരു പ്രേരക ശക്തി എന്താണ്, അവതാര ലക്ഷ്യം എന്താണ്? അപ്പൊ അവതു എന്ന സംസ്കൃത പദത്തിന്റെ തദ്ഭവമാണ് അവതാരം. അവതാരം എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക എന്നാണ് അതിനർത്ഥം, അവതരിക്കുക. സർവഭാവത്തിലും രക്ഷാസ്വരൂപമാണ് അവതാരം എന്ന് പറയുന്നത്. ഈ അർത്ഥം വ്യക്തമാക്കുന്ന ഗീതാശ്ലോകം നമുക്കറിയാം, അല്ലെ? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. 4-ാം അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകം. അപ്പൊ സജ്ജനങ്ങളെ ഉദ്ധരിക്കുന്നതിനും ദുർജനങ്ങളെ ശിക്ഷിക്കുന്നതിനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിനുമായിട്ട് എന്റെ ആത്മസ്വരൂപത്തിൽ നിന്നും ഞാൻ ഓരോ യുഗങ്ങളിലും അവതരിക്കുന്നു, സംഭവിക്കുന്നു. അല്ല, നമ്മളെ ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്, ഇത്തം യഥാ 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 ബാധ ദാനവോത്ഥ ഭവിഷ്യതി തഥാ തഥാ അവതീര്യാഹം കരിക്ഷ്യാമരി സംശയം. ദേവി എന്താ പറയുന്നത്? എപ്പോഴാണോ അസുരന്മാരുടെ ബാധകൾ ആവിർഭവിക്കുന്നുവോ അപ്പോൾ ഞാൻ അവതരിച്ച് ശത്രുപക്ഷത്തെ നശിപ്പിക്കുന്നതായിരിക്കും. അഹം. ദേവി എന്താ പറയുന്നത്? അഹം. ഭഗവാൻ കൃഷ്ണൻ എന്താ പറയുന്നത്? അഹം. അപ്പൊ ഇവരെല്ലാം പറയുന്ന എന്താ? ഞാൻ, ഞാൻ വരും. അപ്പൊ ഏകമായിരിക്കുന്ന ഈശ്വരനെയാണ് അവർ പറയുന്നത്, അല്ലേ? അപ്പോ ഈ എന്താ അവതാരങ്ങളുടെ രൂപരേഖ നമ്മൾ എടുക്കുകയാണെങ്കിൽ, കാരണം നമ്മൾ ഏത് അവതാരത്തിനും 5 ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. ഒന്ന്, ആധ്യാത്മികമായിരിക്കുന്ന തത്വരഹസ്യങ്ങളുടെ വ്യാഖ്യാനം, സ്വന്തം കർമ്മങ്ങളിലൂടെ ലോകത്തെ പഠിപ്പിക്കുക. രണ്ടാന്നുള്ളത് അതാത് കാലത്ത് വേണ്ടത്ര ധർമ്മ പ്രമാണങ്ങളെ പുനരാവിഷ്കരിക്കുക. 3, അധർമ്മികളായിട്ടുള്ള ജനങ്ങളെ നിഗ്രഹിക്കുക. 4, അനേകം ജിജ്ഞാസുക്കൾക്കും മുമുക്ഷുക്കൾക്കും ജ്ഞാനികൾക്കും ഭക്തന്മാർക്കും ജ്ഞാനവും മോക്ഷവും കൊടുക്കുക. യോഗിമാർക്ക് ദർശന ലാഭം നൽകുക. 5-മത്തത്, വരാൻ പോകുന്ന യുഗത്തിലെ ശ്രദ്ധാലുകൾക്ക് വേണ്ടിയിട്ടുള്ള അർത്ഥസമ്പുഷ്ടമായ ലീലകള് പ്രകടമാക്കുക. അപ്പൊ സനാതന സങ്കല്പം അനുസരിച്ച് ജഗത് പാലകനായിരിക്കുന്ന ഭഗവാൻ വിഷ്ണുവാണ് അവതാരങ്ങൾ എടുക്കുന്നത്, അല്ലെ? അപ്പോ വൈഷ്ണവ അവതാരങ്ങളാണ് കൂടുതൽ പ്രശസ്തമായിരിക്കുന്നത്. എന്നാൽ സംഹാര രൂപിയായിരിക്കുന്ന ശങ്കരന്റെ, ജഗത് സൃഷ്ടിയുടെ മൂലാധാരമായിരിക്കുന്ന ദേവിയുടെയും അവതാരങ്ങൾ അനേകമുണ്ട്, നമുക്കറിയാം അത്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ അന്വേഷിക്കാൻ പോകുന്നത് കൽക്കിയുടെ അവതാരത്തെ കുറിച്ചാണ്. എല്ലാ ലക്ഷണങ്ങളും നിറഞ്ഞ എന്താ പറയാ കൽക്കി അവതാരം. എന്താണ് ഈ കൽക്കിയുടെ അവതാര ചരിത്രം? അത് നമുക്ക് ആദ്യം നോക്കാം. യുഗാവതാര പ്രമുഖനായിരിക്കുന്ന ഭഗവാൻ ശ്രീ കൽക്കിയുടെ, അദ്ദേഹത്തിന്റെ അമോഘവും അത്ഭുതപരവുമായിരിക്കുന്ന ലീലകളുടെ വൃത്താന്തമാണ് കൽക്കി പുരാണത്തില് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണത് നമുക്ക് നോക്കാം. ദേവന്മാരുടെ ആ കഷ്ടതയും പരാതിയും കൊണ്ടാണ് കൽക്കി അവതരിച്ചതെന്ന് പറയുന്നു. അപ്പൊ കലിയുഗത്തിന്റെ 2-മത്തെ ചരണം കഴിഞ്ഞപ്പോൾ ജനങ്ങള് ശ്രീകൃഷ്ണ നാമോച്ചാരണം മറന്നു കഴിഞ്ഞുവെന്നും 3-ാം ചരണം കഴിഞ്ഞപ്പോൾ കർമ്മവും വർണ്ണവും എല്ലാം കൂടി കൂടിക്കുഴയും 4-ാം ചരണമായപ്പോൾ മനുഷ്യന്റെ ധാർമ്മിക കർമ്മങ്ങളിൽ യാതൊരു വിവേചനമില്ലാതായിട്ട് തീർന്നു എന്നും പറയണു. ഇപ്പൊ വിഷ്ണു ഭഗവാനെ ആരാധിക്കാൻ പോലും അവർ മറന്നുപോയി. ഇപ്പൊ ജപ ഹോമ യാഗ യജ്ഞങ്ങള് പൂജാതി കർമ്മങ്ങളെല്ലാം ശൂന്യമായി. അപ്പൊ എന്ത് സംഭവിച്ചു? ദേവന്മാര് ക്ഷീണിതരായിട്ട് ഭവിച്ചു. അങ്ങനെ അവര് ബ്രാഹ്മണന്റെ അടുക്കൽ വന്ന് ബ്രഹ്മാവിന്റെ അടുക്കൽ വന്നിട്ട് അവര് സങ്കടം പറയുകയാണ്. ദേവന്മാര്, ഇന്ദ്രൻ, വായു, വരുണൻ, അഗ്നി എല്ലാം തുടങ്ങിയ എല്ലാ ശക്തികള് എന്നീ എല്ലാവരും വന്ന് ബ്രഹ്മലോകത്തിൽ നിന്ന് ബ്രഹ്മാവിനെ സ്തുതിച്ചു. ഈ കാര്യത്തിന് വേണ്ടി ജഗത് പരിപാലകനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ വൈകുണ്ഠത്തിൽ ചെന്ന് ശരണം പ്രാപിക്കാൻ നിശ്ചയിക്കുകയും ചെയ്തു. അങ്ങനെ എന്താ പറയാ, ആ ഘോരമായിരിക്കുന്ന കലിയുഗത്തിന്റെ പീഡകളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ആ ദേവന്മാരെല്ലാം തന്നെ ആ വൈകുണ്ഠത്തിലെത്തി വിഷ്ണുവിനോട് തന്റെ ദുഃഖങ്ങൾ പറയുന്നു. ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ നാരായണൻ ആശ്വാസ രൂപം പോലെ അദ്ദേഹം പറഞ്ഞു, താൻ കലിയുഗ ധ്വംസനത്തിന് വേണ്ടി എടുക്കാൻ പോകുന്ന
കൽക്കി എന്ന അവതാരം ഞാൻ തീർച്ചയായിട്ടും എടുക്കും, നിങ്ങൾ വിഷമിക്കണ്ട. അല്ലെ ദേവന്മാരെ, ഞാൻ ശംഭലം എന്ന ഗ്രാമത്തില് വിഷ്ണു യശസ് എന്ന ബ്രാഹ്മണന്റെ ഗൃഹത്തില് അവതരിക്കും. സുമതി എന്നു പേരുള്ള ഒരു കന്യകയാണ് അപ്പോൾ എന്റെ മാതാവാകുന്നത്. എനിക്ക് 3 സഹോദരന്മാരുണ്ടായിരിക്കും. ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഘോരമായിരിക്കുന്ന കലിയുഗത്തിന്റെ നാശം വരുത്തും. പിന്നീട് അദ്ദേഹം ദേവന്മാരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അംശങ്ങളെ കൊണ്ട് എനിക്ക് ബന്ധുക്കളായിട്ട് അവതരിക്കണം. എന്റെ പ്രിയങ്കരിയായിരിക്കുന്ന ഭാര്യ ലക്ഷ്മി ദേവി സിംഹളദേശത്ത് ബൃഹദ്രഥൻ എന്ന രാജാവിന്റെ കൗമുദി എന്നു പേരുള്ള റാണിയുടെ ഗർഭത്തിൽ ജനിക്കും. പത്മാവതി, പത്മ എന്നായിരിക്കും അവളുടെ നാമധേയമെന്നും ഭഗവാൻ പറയുകയാണ്. ഇതുപോലെ നമ്മൾ കണ്ടു രാമാവതാര കാലത്ത് ദേവന്മാരെല്ലാം തന്നെ ബന്ധുക്കളായിട്ട് വന്നു, അല്ലെ? കുരങ്ങന്മാരായിട്ടും പല പല പേരുകളിൽ നമുക്കറിയാം. അതുപോലെ കൃഷ്ണാവതാരത്തിലും ബന്ധുജനങ്ങളായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, വൈകുണ്ഠത്തുള്ള എല്ലാവരും ദേവന്മാര് ഭൂമിയിൽ വരണം, എന്നെ സഹായിക്കണം. അപ്പൊ ഇങ്ങനെ ആശ്വാസ വചനം കൊടുക്കുന്ന ഭഗവാൻ പിന്നീട് ദേവന്മാരോട് താൻ കലിയുഗത്തിനെ സംഹരിച്ച ശേഷം സത്യയുഗത്തിനെ പുനഃസ്ഥാപിക്കുമെന്നുകൂടെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ സമയം എത്തിയപ്പോൾ ഭഗവാൻ ശ്രീഹരി തന്റെ തേജസ് കൊണ്ട് ശംഭല എന്നുള്ള ഗ്രാമത്തില് വിഷ്ണു യശസ്സിന്റെ ഭവനത്തില് യശസ്സിന്റെ ആ ഒരു ഭവനത്തിൽ പ്രവേശിച്ചുവെന്നും, അപ്പോൾ നദികളും പർവ്വതങ്ങളും സമസ്ത ചരാചരങ്ങളും സിദ്ധ ഗന്ധർവ യക്ഷാദികളും മഹർഷി ദേവഗണങ്ങളും അത്യന്തം സന്തുഷ്ടരായിട്ട് ദേവവാദ്യങ്ങൾ വായിക്കുകയും പാട്ടുപാടി നൃത്തം ചെയ്യുകയും അപ്സര സ്ത്രീകൾ ആനന്ദ നൃത്തം ചവിട്ടി എന്നൊക്കെ പുരാണം പറയുന്നു. അങ്ങനെ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശി തിഥിയില് വിഷ്ണു യശസ്സിന്റെയും മാതാവായിരിക്കുന്ന സുമതിയുടെയും പുത്രനായിട്ട് ഭഗവാൻ അവതരിച്ചു. മഹാഷഷ്ടി ദേവിയായിട്ട് ആ സമയത്ത് ധാത്രി, അതായത് ഗർഭം എടുക്കുന്ന സ്ത്രീ ഭഗവതി അംബികയെ പൊക്കിൾ കൊടി മുറിച്ചതെന്ന് പറയുന്നു. സ്വയം ഗംഗ തന്നെയാണ് ഭഗവാനെ കുളിപ്പിച്ചത്. ഗായത്രി ദേവി ഭഗവാന്റെ ദേഹം തുടച്ചു കൊടുത്തു. എന്ത് വലിയ ഉദാത്തമായിരിക്കുന്ന സങ്കല്പമാണെന്ന് നോക്കൂ. കൃഷ്ണാവതാര സമയത്തെ പോലെ തന്നെ ഭഗവാൻ അപ്പോൾ ചതുർഭുജധാരിയായിരുന്നു. എന്നാൽ ഈ രൂപം വളരെയധികം ദുർലഭവും വിശിഷ്യ കലിയുഗത്തിൽ ഇത് വളരെ ഭ്രമാത്മകമാണ്. അതുകൊണ്ട് ജഗത് സൃഷ്ടാവായിരിക്കുന്ന ബ്രഹ്മദേവൻ വായുദേവനെ വിളിച്ചിട്ട് ഭഗവാന്റെ സൂതികാഗ്രഹത്തില് വേഗം ചെല്ലാനും ചതുർഭുജ രൂപം വെടിഞ്ഞ് 2 കൈയുള്ള മനുഷ്യരൂപം ധരിക്കാൻ അപേക്ഷിക്കാനും പറഞ്ഞു. വായു അപ്രകാരം ചെയ്തു. ഭഗവാൻ അങ്ങനെ അത് സ്വീകരിച്ചു. അങ്ങനെ ശംഭല ഗ്രാമത്തില് ദിവ്യ തേജസ് പരക്കാൻ തുടങ്ങി. ജനങ്ങൾ ഈ ദിവ്യ തേജസ്സിന്റെ പ്രഭാവത്തിലെ കലിയുടെ പ്രേരണയാലുള്ള ഈ അധർമ്മങ്ങൾ മറന്ന് ശുദ്ധധർമ്മ ചിത്തരും വിഷ്ണുഭക്തിയുള്ളവരുമായിട്ട് തീരാൻ തുടങ്ങി. അപ്പൊ സംശുദ്ധ ഹൃദയത്താല് വേദപാഠികളായിരിക്കുന്ന ബ്രാഹ്മണന്മാരെ ഭഗവാന്റെ നാമകരണത്തിന് ഒരുക്കങ്ങൾ കൂട്ടി. ആ സമയത്ത് പരശുരാമൻ, കൃപാചാര്യർ, അശ്വത്ഥാമാവ്, വ്യാസൻ തുടങ്ങിയവര് ഭിക്ഷുക്കളുടെ വേഷം ധരിച്ച് ബാലകരൂപിയായിരിക്കുന്ന ഭഗവാനെ കാണാനെത്തിയെന്നും, വിഷ്ണു യശസ്സിന്റെ മടിയിലിരിക്കുന്ന അവതാര രൂപിയായിരിക്കുന്ന ഭഗവാനെ കണ്ട മാത്രയില് സർവശാസ്ത്ര വിശാരദന്മാരായിരിക്കുന്ന മുനികൾക്ക് ഈ ബാലകൻ വിഷ്ണുവിന്റെ അംശസ്വരൂപനും കലിയുഗത്തിലെ പാപങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി അവതാര ശരീരം എടുത്തവനുമായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ വിഷ്ണുവാണെന്ന് തീർച്ചയാകുകയും ചെയ്തു. അവർ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ നമസ്കരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഭഗവാന്റെ ആ കൽക്കി അവതാരത്തിലെ നാമകരണം നടക്കാൻ പോവുകയാണ്. ഇപ്രകാരത്തില് കൽക്കം എന്ന് പറഞ്ഞാല് ദോഷങ്ങളെ ഹനിക്കുന്നത്. അതുകൊണ്ട് ഇവന് കൽക്കി എന്നുള്ള നാമകരണം ചെയ്യാൻ ബ്രാഹ്മണരോട് മുനിമാര് നിർദ്ദേശിക്കുകയാണ്. കൽക്കം എന്ന് പറഞ്ഞാൽ എന്താ? ദോഷങ്ങള്. ആ ദോഷങ്ങളെ ഇല്ലാതാക്കുന്നവൻ. എത്ര കലിയുഗത്തില് ആ പേര് വളരെ വളരെ എന്താ പറയാ, അതിന് ആപ്റ്റ് ആണ് അല്ലെ? അതേ ഒരു പേര് തന്നെയാണ് കൽക്കി. നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേരിട്ടതെന്ന്. അപ്പൊ ദോഷങ്ങളെ ഇല്ലാതാക്കുന്നവൻ മാത്രമല്ല, ഭഗവാന്റെ ജാതകർമ്മ സംസ്കാരങ്ങളെല്ലാം വിധിപൂർവം ഋഷിമാര് ചെയ്തു എന്നാ പറയുന്നത്. പിന്നെ തുടർന്ന് ഭഗവാൻ കൽക്കിയുടെ ബാല്യകാലം പറയുന്നുണ്ട്. അനേക അത്ഭുത ലീലകളെ കൽക്കി പുരാണം വിശദമാക്കുന്നുണ്ട്. അതൊന്നും അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോ പ്രവേശിക്കുന്നില്ല. കാരണം അല്ലാതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഉപനയനം മുതലായിട്ടുള്ള സംസ്കാരങ്ങൾക്ക് ശേഷം ബാലനായിരിക്കുന്ന കൽക്കി വിദ്യാഭ്യാസത്തിന് വേണ്ടി ഗുരുകുലത്തേക്ക് പോയി എന്നും, അവിടെ പോകുന്ന മാർഗത്തിൽ പരശുരാമനെ കണ്ടുമുട്ടുന്ന കൽക്കിയെ പരശുരാമൻ തന്നെ വേദവും വേദാംഗങ്ങളും വിദ്യയും അഭ്യസിക്കുന്നുവെന്നും, വിദ്യാഭ്യാസത്തിന് ശേഷം ഗുരുവിനോട് ദക്ഷിണ വാങ്ങാൻ കൽക്കി അഭ്യർത്ഥിച്ചപ്പോ ഗുരു പരശുരാമൻ പറഞ്ഞത്, അങ്ങ് വിഷ്ണുവിന്റെ അവതാര സ്വരൂപമാണ്. മുന്നോട്ടുള്ള കാലത്തിലെ മ്ലേച്ഛന്മാരെയും ബൗദ്ധന്മാരെയും അധർമ്മികളായിരിക്കുന്ന രാജാക്കന്മാരെയും നിഗ്രഹിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപനം ചെയ്യും. അങ്ങനെ അങ്ങ് എന്നിൽ നിന്ന് പഠിച്ച വേദശാസ്ത്രങ്ങളെ പ്രാവർത്തികമായ ലോകത്തിൽ പുനഃപ്രതിഷ്ഠിക്കും. അതിൽ പരം ഗുരുദക്ഷിണ എനിക്ക് എന്താണ് വേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
ഇങ്ങനെ ഗുരുവിന്റെ വചനം കേട്ട് സന്തുഷ്ടനായിരിക്കുന്ന കൽക്കി ഗുരു പരശുരാമ ഗുരു പരശുരാമ സമേതം ബില്ലോദകേശ്വരം എന്ന് പറയുന്ന മഹാദേവ ലിംഗ പ്രതിഷ്ഠയ്ക്ക് സമീപം ചെന്ന് വിധിപൂർവ്വം പൂജകൾ ചെയ്ത് മനസ്സുകൊണ്ട് പരമശിവനെ ധ്യാനിച്ചുകൊണ്ട് സ്തുതി ചെയ്തു. വളരെ പ്രശസ്തമായിരിക്കുന്ന ഒരു സ്തുതിയാണിത്. കാരണം കലിയുഗത്തിലെ പരമശിവ പ്രീതിക്ക് കൽക്കി ഭഗവാൻ രചിച്ച ഈ കൃതി വളരെ ഉപയോഗമാണ്. കാരണം ശിവനും വിഷ്ണുവും രണ്ടല്ല, രണ്ടുപേരും ഒന്നാണ്. അപ്പൊ അത് കൽക്കി പുരാണത്തിൽ ഈ സ്തുതി വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സ്തുതിയിൽ പ്രസന്നനായിരിക്കുന്ന ശിവൻ പാർവതീ സമേതനായിട്ട് ബാലനായിരിക്കുന്ന കൽക്കിയുടെ മുമ്പിൽ പ്രത്യക്ഷനായി എന്നും പ്രേമപുരസരം തലോടിക്കൊണ്ട് ഇഷ്ടമുള്ള വരം ചോദിക്കാൻ കൽക്കി രചിച്ച ഈ സ്തോത്രം ആര് പാരായണം ചെയ്യുന്നു അവർക്ക് ഇഹലോകത്തിലും പരലോകത്തിലും എല്ലാം തന്നെ ലഭിക്കുന്ന അരുളി ചെയ്തു എന്ന് മാത്രമല്ല, നീ രത്നൽസരു എന്ന പേരുള്ള വലിയ വാളുകൊണ്ട് ഭൂമിയുടെ പാപഭാരത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനായിട്ട് തീരുമെന്ന് ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. തുടർന്ന് ഭഗവാൻ ശിവൻ നൽകിയ ശീഘ്ര ഗമനകാരിയും അനേക രൂപം ധരിക്കുന്നതുമായിട്ടുള്ള ഗാരുഡം എന്നു പേരുള്ള കുതിര, ആ കുതിരയുടെ പുറത്താണ് കൽക്കി വരുന്നത് ഇല്ലേ. സർവജ്ഞാന ശക്തിയുള്ള ഒരു തത്ത പ്രബലമായിട്ടുള്ള വാളിനെയും സ്വീകരിച്ചുകൊണ്ട് കൽക്കി സ്വന്തം ഗ്രാമമായിരിക്കുന്ന ശംഭല ഗ്രാമത്തിലേക്ക് പോവുകയാണ്. പിന്നെ എന്താ, വിശ്വയൂപൻ എന്ന് പറഞ്ഞ രാജാവ് മാഹിഷ്മതി, അതായത് നർമ്മദാ തടത്തിൽ നടത്തിയ ഒരു യജ്ഞത്തെ കുറിച്ചും അവിടെ വെച്ച് ഭഗവാൻ കൽക്കി ധർമ്മത്തെക്കുറിച്ചും വിഷ്ണു ഭക്തിയെക്കുറിച്ചും രാജാവിനെ ഉപദേശിച്ചതുമായിട്ടൊക്കെ കൽക്കി പുരാണം പറയുന്നുണ്ട്. അങ്ങനെ സർവജ്ഞത്വമുള്ള ഒരു തത്ത കൽക്കി ഭഗവാനോട് സിംഹള ദ്വീപിനെ കുറിച്ച് പറയുകയാണ്. അവിടെ ബൃഹദ്രഥൻ എന്നൊരു രാജാവിന്റെ പുത്രിയായിട്ട് ജനിച്ച പത്മാവതിയെ കുറിച്ചും പറയുന്നുണ്ട്. പത്മാവതിക്ക് വിവാഹപ്രായമായപ്പോൾ ഒരു സ്വയംവരം തീരുമാനിക്കുകയും അവിടത്തേക്ക് ധാരാളം രാജാക്കന്മാർ എത്തിച്ചേരുകയും ചെയ്തു എന്ന് പറയുന്നു. എത്തിച്ചേർന്ന രാജാക്കന്മാരെല്ലാം പത്മാവതിയുടെ അതിശയകരമായിരിക്കുന്ന സൗന്ദര്യത്തില് സ്തബ്ധരായി പോവുകയും അതിൽ മുഴുകിപ്പോയത് കൊണ്ട് അവരെല്ലാം സ്ത്രീകളെ പോലെ ആയിത്തീരുകയും ചെയ്തു. ഈ ദുസ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെടാൻ പത്മാവതി വിഷ്ണു ഭഗവാനെ സ്തുതിച്ചു. പത്മാവതിയുടെ സ്വയംവരം കാണാൻ വന്നെത്തിയ കൽക്കിയുടെ തത്തയാകട്ടെ പകുതി മനുഷ്യ ശബ്ദത്തിൽ പത്മാവതിയോട് വിഷ്ണു പൂജയുടെ വിധിപ്രകാരമുള്ള വർണ്ണനകൾ നടത്തിയെന്നും ഭക്തി വിവശയായിരിക്കുന്ന പത്മാവതിയെ കുറിച്ച് ശുകം കൽക്കിയോട് വീണ്ടും പറയുമ്പോൾ അദ്ദേഹം കുതിരപ്പുറത്ത് സിംഹള ദ്വീപിൽ എത്തുകയും ചെയ്യുകയാണ്. സിംഹള ദ്വീപിലെ കാരുമതി പുരിയുടെ സൗന്ദര്യം കൽക്കി അവിടെ താമസിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. തത്തയാകട്ടെ പത്മാവതിയോട് കൽക്കിയുടെ സ്വഭാവ മഹിമകൾ വർണ്ണിച്ച് കേൾപ്പിച്ചു. കൽക്കിയിൽ അനുരാഗമുദിച്ച പത്മാവതി അദ്ദേഹത്തോട് തന്നെ വിവാഹം ചെയ്യാൻ അഭ്യർത്ഥിക്കാൻ ശുഭത്തെ ഇടപാടാക്കുന്നു. അങ്ങനെ ഒരിക്കലും നീരാട്ടിന് പോയ പത്മാവതി ഒരു കടമ്പ് വൃക്ഷത്തിന് താഴെ ഉറങ്ങുന്ന കൽക്കി ഭഗവാനെ ദർശിക്കുകയും അങ്ങനെ അവര് പരസ്പരം തിരിച്ചറിയുകയും ചെയ്തു. ശേഷം പത്മാവതിയുടെയും കൽക്കിയുടെയും വിവാഹം നടക്കുന്നു. സ്ത്രീഭാവികളായിരിക്കുന്ന രാജാക്കന്മാരെല്ലാം കൽക്കിയുടെ ദർശനത്താൽ വീണ്ടും പുരുഷഭാവത്തെ പ്രാപിക്കുന്നു. അങ്ങനെ മത്സ്യം മുതലായിട്ടുള്ള 10 അവതാരങ്ങളുടെ സ്മരണയില് മഹാനായിരിക്കുന്ന കൽക്കിയെ സ്തുതിക്കുന്നു. അപൂർവമായിട്ടുള്ള ഈ കൽക്കി സ്തുതിയും വളരെ വിശേഷമാണ്. ഇത് കൽക്കി പുരാണത്തിലുണ്ട്. ഈ സ്തുതിയിൽ സന്തുഷ്ടനായിരിക്കുന്ന കൽക്കി രാജാക്കന്മാർക്ക് വേണ്ടി വർണ്ണാശ്രമ ധർമ്മങ്ങളെ കുറിച്ച് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. കാരണം സ്ത്രീത്വം പുരുഷത്വം എന്നിവയെ കുറിച്ച് ഉള്ള സംശയങ്ങളെല്ലാം തീർത്തു കൊടുക്കുകയാണ് ഇതില്. അപ്പോ അനന്ത മുനി അവിടെ എത്തുകയും വിഷ്ണുമായയുടെ പ്രഭാവത്തെ കുറിച്ച് എല്ലാവരോടും പറയുകയും ചെയ്യുന്നു. പിന്നെ കൽക്കിയുടെ യുദ്ധങ്ങളാണ്. എല്ലാ അവതാരങ്ങളിലും നമുക്കറിയാം അഭിന്നമായിട്ടുള്ള ഒരു ഘടകം യുദ്ധമാണ് അല്ലെ. അപ്പൊ കൽക്കി അവതാരത്തിന്റെ സ്വാഭാവികത തന്നെ യുദ്ധങ്ങളാണ് അല്ലെ. അദ്ദേഹം ഒരു യുദ്ധാവതാരം എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ കൽക്കി അനേകം യുദ്ധങ്ങൾ ചെയ്തു. അതിന്റെ യുദ്ധവർണ്ണനൊക്കെ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ധർമ്മ സംസ്ഥാപന ലീലകൾ കൊടുത്തിട്ടുണ്ട്. കാരണം ബൗദ്ധന്മാരെയും മ്ലേച്ഛന്മാരെയും ജയിച്ച കൽക്കി കീടകം എന്ന സ്ഥലത്ത് ചക്രതീർത്ഥത്തിൽ പോയി സ്നാനം ചെയ്തുവെന്നും അവിടെ ബാല ഖിൽവാദി മുനിഗണങ്ങളെ കാണുകയും അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഉദോദരി എന്നുള്ള രാക്ഷസിയെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. യുദ്ധത്തിൽ മരിച്ച രാക്ഷസിയുടെ പുത്രൻ വികിഞ്ചകൻ കൽക്കിയുമായിട്ട് യുദ്ധമിടുന്നു. അവനെ വധിക്കുന്നുണ്ട്. മുനിമാര് സന്തോഷത്തോടെ കൽക്കിയെ സ്തുതിച്ചു. കൽക്കി ഹരിദ്വാറിൽ ചെന്ന പ്രഭാതത്തില് മുനിഗണങ്ങൾക്ക് ദർശനം കൊടുത്തു എന്നും പറയുന്നു. ഇത് രാമാവതാരം കൃഷ്ണാവതാരം പോലെ തന്നെ അനേക യുദ്ധങ്ങള്, ഒരുപാട് എന്താ പറയാ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഒരുപാട് വധങ്ങള് കൽക്കി നടത്തുന്നുണ്ട്. പിന്നെ കൽക്കി ദണ്ഡ ധാരണം ചെയ്ത ഒരു ചൈതന്യവാനെ കണ്ടുമുട്ടി. അപ്പൊ കൽക്കി അദ്ദേഹത്തെ വിധിപ്രകാരം പൂജിക്കുമ്പോൾ താൻ സത്യയുഗമാണെന്നും തനിക്ക് ലോകത്തെ പ്രവർത്തനം ആരംഭിക്കാനുള്ള സമയമാകുന്നേ ഉള്ളൂ എന്നും പറയുകയാണ്. ഇന്നും വിട്ടുപോയിട്ടില്ലാത്ത കലിയുഗത്തിന്റെ സാന്നിധ്യ നിമിത്തം എനിക്കിവിടെ ഇരിക്കാൻ സാധ്യമല്ല എന്ന് സത്യയുഗം പറയുകയാണ്. ആ സത്യയുഗത്തിന്റെ രൂപത്തിൽ ഒരാളെ കൽക്കി കാണുന്നതാണ്. പിന്നീട്
എന്താ പറയാ, വളരെ എന്താ പറയാ, കോപത്തോടുകൂടി കൽക്കിയുമായിട്ട് നേരിട്ട് യുദ്ധം ആരംഭിക്കുന്ന കഥയാണ് പിന്നെ പറയുന്നത്. ഇപ്പൊ വിശാഖയൂപൻ എന്ന് പറയുന്ന രാജാവ് കലിക്ക് വേണ്ടി 6 അക്ഷൗണി സൈന്യവുമായിട്ട് ഏറ്റുമുട്ടി. സഹോദരന്മാരും പുത്രന്മാരും ഒക്കെ ചേർന്ന് 10 അക്ഷൗണി സൈന്യമായിട്ട് കൽക്കിയാകട്ടെ ദിഗ്വിജയത്തിന് ഇറങ്ങി തിരിക്കുമ്പോൾ ധർമ്മം ഒരു ബ്രാഹ്മണ വേഷത്തിൽ തന്റെ ദുഃഖം അറിയിക്കുകയാണ് കൽക്കിയോട്. കൽക്കി ധർമ്മത്തിന് ആശ്വാസവചനം കൊടുക്കുകയാണ്. കൽക്കിയുടെ സൈന്യങ്ങളും ദിഗ്വിജയ യാത്രയിൽ ഏറ്റുമുട്ടുകയാണ്. ഈ ഘോര യുദ്ധം കാണാൻ വേണ്ടി ബ്രഹ്മാദികൾ പോലും അണിനിരന്നു എന്ന് പറയുന്നു. അങ്ങനെ കലി പരാജയപ്പെടുന്നു. തന്റെ ബന്ധു ബാന്ധവരൊക്കെ യുദ്ധത്തിൽ മരിച്ചതുകൊണ്ട് കലി അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ കലിയുഗത്തിന്റെ പരിസമാപ്തി വരികയും സത്യയുഗം പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഇനി അവസാനം പറയുന്നത് കൽക്കിയുടെ സ്വർഗാരോഹണമാണ്. കാരണം ഒരു പുരാണം പറയുമ്പോൾ സ്വർഗാരോഹണം വരെ പറഞ്ഞതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ പറയുക, അല്ലെ? അനേക കാര്യങ്ങൾ കൽക്കി പുരാണത്തിലുണ്ട് ഇതിന്റെ ഇടയ്ക്ക് തന്നെ. കൂടുതലും നാരദൻ മുതലായിട്ടുള്ള ഋഷിമാരോടുള്ള ധർമ്മ മോക്ഷാദികളെ കുറിച്ചുള്ള ഉപദേശങ്ങള്, ധർമ്മം പുനഃസ്ഥാപിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ലീല സമാപിച്ചു എന്ന് ആ ഒരു ശംഭല ഗ്രാമത്തിൽ എത്തുന്ന ബ്രഹ്മാവ് അറിയിക്കുകയാണ്. ഭഗവാൻ സ്വന്തം ധാമത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് അഭ്യർത്ഥിക്കുന്നു ബ്രഹ്മാവ്. അതിനെ മാനിച്ച് കൽക്കി കുടുംബാംഗങ്ങളോടൊത്ത് വനത്തിലേക്ക് പോവുകയും ആ മുനിഗണങ്ങളോടൊപ്പം ഹിമാലയത്തിലെ ഗംഗാതടത്തിൽ ചെന്ന് ചതുർഭുജ രൂപം ധരിച്ച് ആത്മാവിനെ സ്മരിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിച്ച് വൈകുണ്ഠത്തിലേക്ക് പോവുകയും ചെയ്തു എന്ന് പറയുന്നു. ദേവന്മാരെ പുഷ്പവൃഷ്ടി നടത്തി. അങ്ങനെ യുഗവും ധർമ്മവും കലി എന്ന ശത്രുവിന്റെ നാശത്തോടുകൂടി നിർഭയരായി തീർന്നു. പിന്നീട് ഭൂമിയിൽ സഞ്ചരിച്ചു. ആ ഒരു ധർമ്മിഷ്ഠരായിരിക്കുന്ന ദേവാപി എന്ന മരു എന്ന് പറയുന്ന രാജാക്കന്മാരെ യഥായോഗ്യം ഭൂമിയെ ഭരിച്ചു എന്നും പറയുന്നു. അങ്ങനെ കൽക്കിയുടെ ശരീരത്യാഗം കേട്ടറിഞ്ഞ വിശാഖയൂപൻ വനത്തിലേക്ക് പോയി. അങ്ങനെ ഇതാണ് ശരിക്കും കൽക്കി എന്ന് പറയുന്ന ആ ഒരു അന്തർഗതമായിരിക്കുന്ന കൽക്കി പുരാണത്തില് ആ കൽക്കിയുടെ അവതാരം, അദ്ദേഹത്തിന്റെ എന്താ പറയാ കർമ്മങ്ങള്, അദ്ദേഹത്തിന്റെ സ്വർഗാരോഹണം. ഇന്ന് നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.